മൊത്തം ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനെ കുറിച്ച് മൊത്തം പഠിച്ചാലാണ് മനസ്സിലാവും ഇത് എത്രത്തോളം കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ഫൂളുകളായിക്കൊണ്ടിരിക്കുകയാണെന്ന്. So this is our channel. Welcome to our podcast. So we are talking about war today. നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Deep war. Deep. Get into the deep. That's it. We'll try our best get in the deep. അതാണ് നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സർഫ് കൂടെ പോയിട്ട് അങ്ങനെ ജസ്റ്റ് ആക്കല്ല. മേ ബി ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താനുള്ള എല്ലാ പ്രയത്നവും നമ്മൾ എടുക്കുന്നതാണ്. സോ ഇത് ജുവൈൽ, മൈ co-host. My name is Yasik. So we can start, right? Yes. Okay. So start your. സോ സ്റ്റാർട്ട് ചെയ്യാലേ. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വൈ മിഡിൽ ഈസ്റ്റ്, എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാന് ഫോക്കസ് ചെയ്തത്? ഡയറക്റ്റ് എന്താ പറയുക, അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെ ഡയറക്റ്റ് അവരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു. വൈ മിഡിൽ ഈസ്റ്റ്? സോ വൈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള ഇതിന് US-ന്റെ പല മിലിറ്ററി ബേസും ഉള്ളത് മിഡിൽ ഈസ്റ്റുകളിലാണ്. സൗദിയിലാണെങ്കിലും ഒമാനിലാണെങ്കിലും പല UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ UAE അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് കുറച്ച് ഈസി ആയിട്ട് ഇറാനിലേക്ക് യുദ്ധത്തിനും എല്ലാത്തിനും ഒരു ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളതാണ് ഈസി ആയിട്ട് വേ. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ എന്താ പറയുക US-ന്റെ മിലിറ്ററി ക്യാമ്പ് ഇവിടെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ ഒരു വാണിംഗ് കൊടുത്താണ്, നിങ്ങൾ കൊടുക്കരുത്, സ്പേസ് കൊടുക്കരുത്. അപ്പോൾ അവർ പറഞ്ഞത് സ്പേസ് കൊടുക്കുന്നുള്ളൂ, ഇവിടുന്ന് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ സിഗ്നലോ ഒന്നും ഇവിടുന്ന് കൊടുക്കില്ല, അത് ഞങ്ങൾ ഉറപ്പുവരുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആദ്യം ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കരുത് എന്നുള്ള സംഭവം. പക്ഷെ അതിന് അവര് എന്താ പറയാ US-ന് എന്താ പറയാ അവരെ ബേസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്ത് മിഡിൽ ഈസ്റ്റ് അതിനുള്ള സ്പേസ് കൊടുത്തു. സോ ഡയറക്റ്റ് ഇസ്രായേലിനെ അടിക്കുന്നതോടൊപ്പം അവർക്ക് തീർച്ചയായും അടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ്, അതായത് അറബ് രാജ്യങ്ങൾ ഇറാനും തമ്മിൽ ശത്രുത ഉണ്ടാവുകയാണ് ചെയ്യുക. മൊത്തമായിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട്സൈഡിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ എന്താ പറയാ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവേണ്ട ഇതാണ്. അതായത് അറബ് നേഷനെതിരെയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ എന്താ പറയാ മറ്റൊരു രാജ്യത്തേക്കുള്ള അധിനിവേശമാണ് അമേരിക്ക ഇസ്രായേലും നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഈവൻ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും അവരെ സ്വന്തം രാജ്യത്തേക്ക് ഒരു ആക്രമണം ഇറാൻ കടത്തി വിടുമ്പോൾ ഇവരെ ഉള്ളിൽ ഒരു സ്പാർക്ക് വരിക ചെയ്യുന്നത്. ഇതിനാണ് അമേരിക്കന്റെ ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിലവര് വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ഇപ്പൊ റീസെന്റ് പറഞ്ഞത് എന്താ പറയാ ഒരു ന്യൂസിൽ ഇപ്പൊ ആരെ പറഞ്ഞത് ഓർമ്മയില്ല, ഒരു UAE-ന്റെ മെയിൻ ഒരാൾ തന്നെ, ഒരു ലേഡിയാണ് പറഞ്ഞത്, ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറാനെതിരെ ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളെ ഫോക്കസ് ഞങ്ങളെ എന്താ പറയാ ഞങ്ങളെ സുഹൃത്തുക്കളല്ല, ഫോക്കസ് ചെയ്യുന്ന അമേരിക്കനെയും ഇസ്രായേലിനെയാണ്. അത് നോർമലി ഒരു ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്നത്. എന്നാൽ പോലും ചിലത് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ളതാണ് സംഭവം. ഇത് പറഞ്ഞ പോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും ഇതിന്റെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഉണ്ടല്ലോ അതിന്റെ ഒരു ചെറിയ തുടക്കം എന്ന് പറയാം. ബട്ട് പിന്നെ കുറെ കാലങ്ങളായിട്ട് എന്തുണ്ട് ഈ രണ്ട് കൺട്രീസുമായിട്ട് ഒരു പൊട്ടലും ചീറ്റലല്ല, അത് പണ്ടേ അങ്ങനെയാണ്. അമേരിക്കയാണ് അവരുടെ ശത്രുക്കൾ. അത് 1990 പറഞ്ഞിട്ടുമുണ്ട്, എനിമി ഓഫ് കൺട്രി എന്ന് പറയുന്നത്. ഇത് 2025 ഇത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഇതിന്റെ ഒരു ഇത് പറഞ്ഞത് ജൂണില് ഇവരുടെ ഈ ന്യൂക്ലിയർ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ ആയിട്ട് അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ ആ സ്ഥലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അറ്റാക്ക് ചെയ്തു. അവർ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇവർ ഈ ന്യൂക്ലിയർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തകർന്നു എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അമേരിക്ക ഇസ്രായേലൊക്കെ. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരതിൽ നിന്ന് പെട്ടെന്ന് റിക്കവേർഡായി. ഇറാൻ പെട്ടെന്ന് റിക്കവേർഡായി. അതൊരു വല്ലാതെ നട്ടിച്ചു. കാരണം അവർ അത്രയും എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തിയിട്ട് അതൊരു വേർത്തായില്ല. ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവരാകെ അത്ഭുതപ്പെട്ടു പോയത്. അപ്പൊ ഇവർക്ക് ഈ എക്സ്പ്ലോഷൻ എന്ത് ചെയ്തു, ഇവർ വിചാരിച്ച പോലെ നടന്നിട്ടുള്ള അതിന്റെ ഒരു സംഭവം ഒന്നുണ്ട്. അതിന്റെ പുറമെ അതിനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. അതായത് ഇറാൻ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഇവർക്ക് ഇപ്പൊ ഈ പറയണ്ടല്ലോ ഈ യുദ്ധം അങ്ങനെ എന്താ പറയാ, ഇവർക്ക് ഇത് യുദ്ധം വേണം അമേരിക്ക. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു, അമേരിക്കന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസോ ഇറാന്റെ കയ്യിൽ ഉണ്ടാവരുതെന്നാണ്. കാരണം ഇറാന്റെ ഒരു
ബാക്കിയുള്ള നയതന്ത്രം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫലസ്തീൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണെങ്കിലും അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്നൊരു നീക്കത്തിലേക്ക് പോയില്ല. കുറച്ചും കൂടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ ഓരോ നീക്കങ്ങൾ ചെയ്യുക. ഇറാൻ അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇറാൻ കുറച്ചും കൂടി എന്താണ്, അഗ്രസീവ് നാച്ചറാണ്. സോ അമേരിക്ക ഇത് മുന്നിൽ കണ്ടിട്ടുണ്ട്. അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയുടെ മെയിൻ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവരെ കയ്യിൽ ന്യൂക്ലിയറോ ബാലിസ്റ്റിക് മിസൈൽസോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ദിവസം അവരിത് പൊട്ടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മൈൻഡാണ്. കാരണം ഇവര് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയായാലും അവർക്കൊരു ചൊറിയും അല്ലെങ്കിൽ അവര് പൊട്ടിക്കും ചെയ്യുന്ന ഇവർക്ക് അറിയാം. അപ്പൊ ഇവരെന്ത് ചെയ്തു, കുറെ ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ നയതന്ത്ര ചർച്ചകളൊക്കെ നടന്നു, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചകൾ നടന്നു. അത് സ്വിറ്റ്സർലാൻഡ്, ഒമാൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്തു, ചർച്ച നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഏകദേശം ഒരു ഇതിലൊക്കെ എത്തി. പക്ഷെ ഇവർക്കുള്ള ഡിമാൻഡ് ഇതാണ്, ഞങ്ങൾക്ക് ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി എന്ത് വേണം, ഈ ന്യൂക്ലിയർ വെപ്പൺസ് വേണമെന്ന് പറഞ്ഞു, ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്ക എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതിനെ എതിരാണ്. അതായത് ഇവരത്ത് ഇത് വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് പൂർണ്ണമായിട്ട് നിർത്തൂല, എന്നാൽ പോലും നമ്മളത് ഉണ്ടാക്കുന്നതിന്റെ പെർസെന്റേജ് നമ്മൾ കുറക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ അങ്ങനെ ഒരു സമയം ചോദിച്ചപ്പോ അങ്ങനെ ചെയ്യാം. അതെ, പൂർണ്ണമായിട്ട് പക്ഷെ അത് ശരിക്കും ഒരു കൺട്രിക്കുള്ള ഒരു അവകാശമാണെന്ന് ഞാൻ എന്റെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടത്. ഇപ്പൊ ഈ കൊറിയ അല്ലെങ്കിൽ ഇതുപോലത്തെ ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാത്തത്? ബിക്കോസ് ദേ ഹാവ് ദാറ്റ് ന്യൂക്ലിയർ, റൈറ്റ്? ഈ വെപ്പൺ ഇല്ലാത്തോടത്തോളം കാലം ബാക്കിയുള്ള എല്ലാ കൺട്രീസും ഒരു എന്താണ്, ലൈക്ക് എ സെർവൻ. അതായത് അമേരിക്ക പറയും, ഒരു കേൾക്കും ലെവലാണ്. അപ്പൊ ഇവർക്ക് അത് പാടില്ല. ഇറാൻ കുറച്ചും കൂടി എന്താണ്, സ്റ്റേൺ ആയി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ബാക്കിയുള്ള കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം നിലപാടാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല നമ്മളെ നാട്ടില്, ഞാനൊരു ഇത് പറയല്ല, പക്ഷേ ഷിയ മുസ്ലിംസ് ആൻഡ് സുന്നി മുസ്ലിംസ്, അതായത് രണ്ടുപേർക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ഐഡിയോളജീസിന് മാത്രമല്ല, ഇപ്പൊ ഈ നമ്മളെ ഈ ഐഷാദാനെ അല്ലെങ്കിൽ ഖിലാഫത്തിനെ എല്ലാവരും എതിർക്കുന്ന ഒരു ആശയമാണ് ഷിയ മുസ്ലിംസ്. ഈ ഷിയ മുസ്ലിംസിന് സുന്നി ആളുകൾ പോയി എല്ലാ മുസ്ലിംസും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളൊരു മരണത്തില് ഭയങ്കരമായിട്ട് ദുഃഖാചരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതുപോലും അറിയില്ല, അവർക്ക് ഇതിന്റെ കൺസെപ്റ്റുകൾ ഇയാൾ ആരായെന്നൊന്നും അറിയില്ല. പക്ഷെ അയാളെ ആ ഒരു നിലപാട് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇയാൾ അംഗീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ യുദ്ധത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു, ഒരു നയതന്ത്ര ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു. ഏകദേശം അമേരിക്കക്ക് മനസ്സിലായത് എന്ത്, ഇതിപ്പോ പൊട്ടിക്കേണ്ടി വരുന്നില്ല ലെവലിൽ തന്നെ പോയി. അപ്പം അന്ന് തന്നെ അവര് പിന്നെ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ പടക്കപ്പലുകളായിട്ടുള്ള US എബ്രഹാം ലിങ്കൺ, പിന്നെ അതേപോലെ തന്നെ SS ജെറാഡ്, അതേപോലെ ജെറാഡ് സംതിങ്, ആ ഒരു കപ്പല്, പിന്നെ 10,000-ഓളം സോൾജിയേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു, അവര് വിന്യസിച്ചു. ഇതിന്റെ തീരങ്ങളിലൊക്കെ വിന്യസിച്ചു. അവർക്ക് എന്താണ്, അവർക്ക് അറിയാം അത് എന്തായാലും വേണ്ടി വരുന്നുള്ളത്. അവർ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ട്രംപിന്റെ ഒരു ഇത് ഭയങ്കര വൈറലായിരുന്നു. ട്രംപ് പറയുന്നുണ്ടല്ലോ, ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഇത് തുടങ്ങും, നിങ്ങൾ കരുതിയിരിക്കണം, അതായത് നിങ്ങൾ വീട്ടിൽ സേഫ് ആയിരിക്കണം. ആരോട്? അതായത് ഈ ഇറാനിലെ റെജിമിനോട് എതിർക്കുന്ന കുറെ ടീമുകൾ ഉണ്ട് അവിടെ. അതായത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ. ഈ സംഭവിക്കുമ്പോൾ ഇവരോട് എന്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇറാനെ. ഈ അറ്റാക്കിന്റെ അവസാനം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അവിടെ ഈ ഒരു സുവർണ അവസരമായിരിക്കും ഇത്. നിങ്ങൾ കീഴടക്കണം ഇറാന്റെ ആ ഒരു പഴയ പാരമ്പര്യത്തിൽ. ഒരു 1979-ലാണ് തോന്നുന്നു ഈ ഒരു റെജീം വന്നത്. വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറണം. അല്ലല്ല, കൾച്ചർക്കല്ല, അവിടുത്തെ ഭരണമാറ്റാണ് മെയിൻലി ഇതൊക്കെ വേണ്ടത്. ഈ അമേരിക്കക്ക് വേണ്ടത് ഭരണമാറ്റാണ്. ഈ ഭരണമാറ്റം അവിടെ വരിക എന്ന് പറയുന്നത് ഒരു വെഡ്ഡി ചിന്താഗതിയാണ്. കാരണം ഇപ്പം ഈ ഇയാള് മരിച്ചല്ല, ഈ കമ്പനി മരിച്ച സമയത്ത് തന്നെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, വില്ല് പ്രകാരം രണ്ടാമത്തെ മകനായിട്ടുള്ള മുജിത്തബൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുജിത്തബ് അൽ കമീനിനെ അവിടെ അടുത്ത സക്സസർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്, അടുത്ത സുപ്രീം ലീഡർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇവിടെ ഇതുവരെ ഉള്ളത് പ്രൊട്ടസ്റ്റേഴ്സ് ആണ്. ഇനി വരുന്നത് പ്രൊട്ടസ്റ്റേഴ്സ് അല്ല, ഇനി അവിടെ വരുന്നത് രാജ്യദ്രോഹികളാണ്. അതായത് ഇനി പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യദ്രോഹികളാണ്. കാരണം 40 ദിവസത്തെ ഗ്രീവിയൻസ്,
മരിച്ചതിന് ശേഷം ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാറും. അതെ. അതായത് ഇപ്പത്തെ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇറ്റ് വിൽ ബി എ റോറിംഗ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ, അതായത് തിളക്കുന്ന രക്തമായിട്ട് എന്ത് ചെയ്തു ഞങ്ങളെ നേതാവിന്റെ മരണം, അത് അങ്ങനെ ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു അതിലൂടെ ഞങ്ങൾ തിരിച്ചടി, ആ റോറിംഗ് ബ്ലഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ചടിക്കണം. ഇതില് കുറച്ച് അവരുടെ ബിസിനസ് കാര്യങ്ങളുണ്ട്. അമേരിക്കക്ക് എപ്പോഴും എല്ലാം ബിസിനസ് ആണല്ലോ, അതും അറിയാലോ. കാരണം ഇനിയിപ്പോ എന്താ പറയാ, കടലെടുക്കുക, എന്താ അതിന് ഹോർമൂസ്, അത് ക്ലോസ് ആക്കിയിട്ടുണ്ട്, കനാൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാത്തിനും വിലക്കയറ്റായിരിക്കും. സോ അങ്ങോട്ടേക്ക് വന്ന ക്രൂഡ് ഓയിലിന്റെ കാര്യങ്ങളെല്ലാം ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുവഴി ഈ ഹോർമൂസ് കടലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ അമേരിക്ക കുറച്ചും കൂടി മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി. നമുക്കറിയാം കുറച്ച് മുന്നേ വെനസ്വേലയുടെ പ്രസിഡന്റ് മുഡോറോ, പുള്ളിക്കാരനെ അവിടുന്ന് തൂക്കി. ജസ്റ്റ് ഒരു വളരെ എന്താ പറയാ, പെട്ടെന്നായിരുന്നല്ലോ അത്. പക്ഷെ ഇത് അമേരിക്കൻ്റെ ഒരു മുൻകൂട്ടിയുള്ള കാര്യമായിരുന്നു. അതായത് അമേരിക്കക്ക് അറിയാം ഈ ഹോർമസ് കടലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, അതായത് 20 മില്യൺ, ഐ തിങ്ക് ബില്യൺ ആണോ മില്യൺ ആണോ, ഒരു മില്യൺ ആണെന്ന് തോന്നുന്നു, 20 മില്യൺ ബാരൽസ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പാസ് ത്രൂ പെർ ഡേ ആണ്, ഒരു ദിവസം. ഇത് അടച്ചു കഴിഞ്ഞാൽ 20% സർജ് വരും, ഉറപ്പായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒമാനും ഈ പറയുന്ന ഇറാനും ഇടയിലുള്ള ഈ ഹോമസ് കനാല് അടച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും റീറൂട്ട് ചെയ്യേണ്ടി വരും. അവിടെ വരുന്ന 2-3 ഇഷ്യൂസ് വരുന്നുണ്ട്. അത് മെയിൻലി ഇഷ്യൂസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഹോർമസ് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനത്തിന് പെട്രോളിയത്തിന് വില കൂടും. പെട്രോളിയത്തിന് വില കൂടി ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഷിപ്മെന്റിന് അവർ ചാർജ് ചെയ്യും. പിന്നെ നമ്മുടെ ഡെയിലി നീഡ്സിന് എന്തായാലും നമ്മളെ പ്രൊഡക്ട്സിനൊക്കെ വില, ഏതിനും പെട്രോളിയം പറഞ്ഞ സാധനത്തിന് വില കൂടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനും വില, എല്ലാത്തിനും ഇങ്ങനെ ഒരു സംഭവം ക്ലോത്ത് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പെട്രോളിയം, ഷിപ്മെന്റിന്റെ പ്രൈസ് കൂടും. അതേമാതിരി ആളുകൾക്ക് എന്താ പറയാ, സാധനങ്ങൾ എത്താതെയാവും. അപ്പൊ ഡിമാൻഡ് വരും. അപ്പൊ ഡിമാൻഡ് എന്തായാലും കോസ്റ്റ് ഹൈ ആവും. അങ്ങനെ ഒരു ലെവലിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു എല്ലാത്തിനും ഇൻഫ്ലേഷൻ ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഇതിനൊരു കാരണമാവും. പിന്നെ ഇതിന് വേറൊരു ഓപ്ഷൻ അമേരിക്ക കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെനിസ്വേലയിലെ ഓയിൽ. ഇപ്പൊ വെനിസ്വേല ശരിക്കും ക്യാപ്ചർ ചെയ്തെന്ന് അമേരിക്ക ഈ ഓയിൽ കണ്ടിട്ടാണ്. അതായത് വെനിസ്വേലത്തെ ഓയിൽ എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഐ തിങ്ക് 17% ഓഫ് ദ ഓയിൽ റിസർവ് ഇൻ വെനിസ്വേല. 17%. അത് ചെറിയൊരു ഇതല്ല, അതായത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു ഇതാണ്. പിന്നെ അതായത് GCC കൺട്രീസിലുണ്ട്, അതായത് സൗദി അറേബ്യ, പിന്നെ ഖത്തർ, പിന്നെ അതേമാതിരി ഇറാൻ, ഇറാഖ്, UAE, ഖത്തറിൽ അത്യാവശ്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ റിസർവ് വരുന്നത്, ഈ ഓയിൽ റിസർവിന്റെ ഇത് വരുന്നത്, ഒരു കണക്ക് വരുന്നത്. പക്ഷെ ഈ വെനിസ്വേലത്തെ ഓയിൽ, പക്ഷെ ട്രംപിന് ഇത് പാളിയിട്ടുണ്ട്. ട്രംപ് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഈ ഓയിൽ ഇതുണ്ടല്ലോ, പ്രൊഡക്ഷൻ ടീമുകൾ, അതായത് അവരൊക്കെ എന്ത് ചെയ്യും, വന്നിട്ട് ഈ വെനിസ്വേല ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷെ ഈ വെനിസ്വേലത്തെ പെട്രോൾ ഇതിലൊരു പ്രശ്നമുണ്ട്, അത് ഹെവി ആയിട്ടുള്ള ഓയിലാണ്. ഈ ഹെവി ഓയിൽ ചെയ്യുമ്പം അവിടെ ഇപ്പൊ ശരാശരി ഇപ്പം വെനിസ്വേലയില് അതായത് ഒരു ദിവസത്തിന്, അതായത് അവർക്ക് വേണ്ടി വരുന്നത് അറൌണ്ട് 55 ബില്യൺ ആണോ, 55 ബില്യൺ, 1% ഓഫ് ദ ഗ്ലോബൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1%, അതായത് ഗ്ലോബലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഗ്ലോബലി ഉണ്ടാക്കുന്ന ഓയിൽ പ്രൊഡക്ഷന്റെ ഒരു 1% ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 55 ബില്യൺ വേണം. 55 ബില്യൺ, അതിന്റെ ഒരു 3% അല്ലെങ്കിൽ ഒരു 3% ഉണ്ടാക്കിയാലേ അതൊരു വർത്ത് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറും. അപ്പോൾ അറൌണ്ട് 183 സംതിങ് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര പ്രൊഡക്ഷൻ. അപ്പം ആ ഒരു വലിയൊരു ഭീമമായ എമൗണ്ട് ഇറക്കണം വെനിസ്വേലയിൽ. പിന്നെ ഈ ഹെവി ക്രൂഡ് ഓയിലാണ്, ലൈറ്റ് ക്രൂഡ് ഓയിലൊന്നും അല്ല വരുന്നത്. അപ്പം അവർക്ക് എന്തുണ്ട്, അവിടെ ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നില്ല. അതായത് ട്രംപിന് കിട്ടുന്നില്ല. ട്രംപ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ട്രംപിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഇത്. ഇതിലൊരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്തുണ്ട്, ഈ വെനിസ്വേല ഇവർ ക്യാപ്ചർ ചെയ്ത് ഇതിനാണ് ശരിക്കും. കാരണം ഈ ഒരു കടലെടുത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ 70% ഓഫ് ദ റിസർവ് അവിടെ ഉണ്ട്. മാനുഫാക്ചറിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്ക. 22% or 22 ബില്യൺ ബാരൽസ് പെർ ഡേ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സൗദി, ഇറാഖ് പോലത്തെ കൺട്രീസ് ആണ്. സോ
ഇവര് പ്രിപ്പയർഡ് ആണ്. ഏത് ഈ ഹോർമോസ് കടൽ അല്ലെങ്കിൽ കനാല് അടച്ചു കഴിഞ്ഞാൽ ഇവര് പ്രിപ്പയർഡ് ആണ്. ഒരു പ്ലാൻ ചെയ്ത സാധനമാണ്, അത് അടക്കണം. അവർ അടക്കുന്നില്ല പ്ലാൻ ചെയ്ത. സോ അതാണ് ഈ കടലെടുക്കിന്റെ ഇത് വരുമ്പോഴുള്ള ഇഷ്യൂ. അതായത് അടച്ചു കഴിഞ്ഞാലുള്ള ഇത് അല്ല, സംഭവം ആകെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അത് ലോകം മൊത്തം എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഈ പെട്രോളിയത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹോർമസ് കടലെടുക്കാണ്. കാരണം 30% വരുന്ന ഈ ഓയിൽ റിസർവ് അല്ലെങ്കിൽ ഓയിൽ എക്സ്പോർട്ട് ആൻഡ് എന്താ പറയാ ഈ ഒരു കൺട്രി കൂടെ ട്രാൻസിറ്റ് ചെയ്യുന്നത് ഈ കടലെടുക്കുള്ളതുകൊണ്ടാണ്. 30% വരുന്ന സൗദിത്തെ, അതായത് മിഡിൽ ഈസ്റ്റ്. അപ്പൊ ഇത് നിർത്തി കഴിഞ്ഞാൽ എന്തായാലും റീറൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും എന്ത് ചെയ്യും, ഹൈ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഈ കനാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയൊരു ഇറാൻ എന്ന് പറയുന്നത് അത്രയൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഇൻഫ്ലുവൻസ്. സോ അവരൊരു വജ്രായുധം തന്നെയാണ് ഈ ഹോർമസ് കനാൽ എന്ന് പറയുന്നത്. പിന്നെ ഈ യുദ്ധം പ്രഖ്യാപിച്ചതിനെതിരെ അമേരിക്കയിൽ തന്നെ സ്വരച്ചേർച്ചയില്ല. അതായത് പലരും എന്താ പറയുക, പല ടോപ്പ് പൊസിഷനുള്ള ആൾക്കാരും അതിന് എഗെയിൻസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അമേരിക്കയിൽ തന്നെ. ഇറാനൊന്നും ആരെയും കയറിയിട്ട് അങ്ങോട്ടേക്ക് ആക്രമിക്കലോ ഒന്നും ചെയ്യുന്നില്ല. അതെ, മംദാനിയുടെ ഒരുപാട് ടീമുകളെ, മംദാനി ന്യൂയോർക്കിന്റെ ഇതായിട്ടുള്ള മേയറായിട്ടുള്ള മംദാനി ഉണ്ടല്ലോ, അയാളുടെ ഒരു സപ്പോർട്ടിങ്ങിൽ കുറെ ആളുകൾ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് എത്രത്തോളം വാലിഡ് ഉണ്ടെന്നാണ്. കാരണം ഈ അമേരിക്കൻ ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ആധിപത്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാട്ടാണ്. തീർച്ചയായും. അല്ലാതെ ഒരിക്കലും എന്താ പറയില്ല, അവർക്കൊരു യുദ്ധം വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയൊരു വലിയൊരു ശക്തിയായി മാറുന്നത്. സോ ഇപ്പൊ ട്രംപ് വീണ്ടും ഭരണത്തിൽ കയറിയല്ലോ. അപ്പൊ ഒബ്വിയസ്ലി ഇതിന്റെ ഒരു അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണറിലെ ആളുകളല്ല അവിടെ. ബട്ട് മംദാനി നല്ലതാണ്, എല്ലാവർക്കും യുദ്ധം നിർത്തണം എന്നാണ്. പക്ഷെ ട്രംപിന് അതൊരിക്കലും നിർത്തണം എന്നല്ല. കാരണം അവർക്ക് മെയിൻ ആയിട്ട് വേറൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഒരു വാർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ഇങ്ങനെ ഒരു കോൺസ്പിറൻസി അല്ല, ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം എപ്സ്റ്റീൻ ഫയൽസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് അവരെല്ലാം ഇമേജ് അത്രയും വലിയ മോശമായിട്ട് കിടന്നു. അതായത് ട്രംപിന്റെ എല്ലാം പേര് ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ട്രംപിന്റെയും ഒരുപാട് ആൾക്കാർ. അപ്പൊ അതിൽ നിന്നുള്ള എന്താ പറയാ, ആ ഒരു ഇത്രയും വലിയൊരു വാർ സ്റ്റാർട്ട് ചെയ്താൽ അതെല്ലാം അതിന്റെ ഇടയിൽ ഓൾറെഡി അതിന്റെ ചൂട് കിട്ടുകഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതേപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാല് ഇസ്രായേൽ, അതായത് ഒരു മൈൻഡ് മാറ്റാൻ വേണ്ടി സർക്കസ് തുടങ്ങാന്ന് പറയുന്ന പോലെ. അതെ അതുപോലെ ഇസ്രായേലിന്റെ പൈശാചിക ശക്തി പറയുന്ന ഒരു ഐഡോളാണ് ബാൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഐഡോൾ അല്ലെങ്കിൽ ആ പ്രതിമ ഇറാനിൽ ഇപ്പോൾ റീസെന്റ് കുറച്ച് മുമ്പായിട്ട് അത് കത്തിക്കുകയുണ്ടായി. അതായത് ഒരു പ്രൊട്ടസ്റ്റിലൊക്കെ കത്തിക്കുകയുണ്ടായി. സോ അതിനുശേഷം നെതന്യാഹു പറയുന്നുണ്ട് ഇത് ഒഫീഷ്യലി ഞങ്ങൾ ഒരു വാർ തുടങ്ങിയതിന്റെ ഇതാണ്. സോ ഇതൊക്കെ കണക്റ്റഡ് ആണ്. സോ പറഞ്ഞാൽ തീരാത്ത സബ്ജക്റ്റുമാണ്. ഏതായാലും അങ്ങനെ ഇന്ന് ഈ റംസാൻ മാസത്തിൽ തന്നെ ഇത്രയും വലിയൊരു യുദ്ധം തുടങ്ങി ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അമേരിക്ക അല്ല ഇസ്രായേൽ ഇതിന് പേരിട്ടുള്ള എപ്പിക് ഫ്യൂരി എന്നാണ്. മറ്റുള്ളവര് അതായത് ഇറാനെന്താ റോറിംഗ് ലാൻഡ് എന്നൊക്കെയാണ് പേരിട്ടുള്ള ആ യുദ്ധത്തിന്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രായേലാണ് അടിച്ചത്. ഇസ്രായേൽ ടെഹ്റാനിൽ എന്ത് ചെയ്തു, പരിപാടി തുടങ്ങി. അങ്ങനെയാണ് അവര് പുള്ളിക്കാരനെ വധിച്ചു. അതിനവരെ അറൌണ്ട് 40+ പൊട്ടൻഷ്യൽ മെമ്പേഴ്സ്, അതായത് അവരുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ. അവർ മെയിനായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ഈ ടെഹ്റാനിൽ ഇവരുടെ ഓഫീസുകൾ, അതേപോലെ തന്നെ ഇവരുടെ വീടുകൾ. അയാളുടെ നെഫ്യൂ, പിന്നെ അതേപോലെ മകള് ഒക്കെ മരിച്ചല്ലോ. അപ്പൊ പിന്നെ അതുപോലെ ഇതിൽ വേറൊരു ഇപ്പം വന്നൊരു വാർത്തയാണ്, ക്ലൗഡ് എന്ന് പറഞ്ഞൊരു AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവരിത് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ട്. ഇതിന്റെ ഒരു AI സിസ്റ്റമാണത്. ഈ ഒരു വാർ സപ്പോർട്ടീവ് AI ടൂളാണ്, ചാറ്റ് ബോട്ടാണത്. അപ്പൊ ഇവർക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഈ ടൂൾ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ പ്രോപ്പറായിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലൗഡ് എന്ന് പറയുന്ന ഒരു അതിനെ കുറിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ വന്ന അപ്ഡേറ്റ് വെച്ചിട്ട് ഇതാണ്, അതായത് അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ട്രാക്ക് ചെയ്തു. അയാൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ അയാളെ തീർത്തു. ആയത്തുള്ള അൽ ഖമീനി എന്ന് പറയുന്ന അവരുടെ സുപ്രീം ലീഡർ. അതായത് ശരിക്കും സുപ്രീം ലീഡർ മാത്രല്ല, അദ്ദേഹം ഒരു സ്പിരിച്വൽ ആയിട്ട് ഭയങ്കര. സോ ഇതിന്റെ പ്രതികാരം എന്ന് പറയുന്നത് ഭയങ്കര, ഇൻക്ലൂഡിങ് അവർ ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ പോയിട്ടുണ്ട്. അതായത് ഒരു 10-40 ആളുകൾ, അവര് മെയിൻ ആളുകൾ തന്നെ പോയിട്ടുണ്ട്. അതെ, മരിച്ചിട്ട്. സോ അറിയാലോ ഷിയാക്കളെ കുറിച്ച്, അവർക്ക്
മരണത്തെ പേടിയില്ലാത്തൊരു ജനവിഭാഗമാണ്. സോ അവരെ തിരിച്ചടി എന്ന് പറയുന്നത് രണ്ടാമതൊരു ചിന്തക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാത്ത തിരിച്ചടി കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ്. അങ്ങനെ അവര് പിന്നെ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ അതില് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ അവർ എന്ത് ചെയ്തു, നേവൽ ബേസുകൾ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. നേവൽ ബേസുകളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെയാണ് ശരിക്കും ഈ ഒരു മിഡിൽ ഈസ്റ്റിന് എന്ത് ചെയ്തു, അവര് മിഡിൽ ഈസ്റ്റിൽ ശരിക്കും എനിക്ക് തോന്നുന്നു നേവൽ ബേസ് മാത്രമല്ല ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അവര് ചില പൊട്ടൻഷ്യൽ ഏരിയകളൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് ശരിക്കും ഇവരൊരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല് മിഡിൽ ഈസ്റ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ നേവൽ ബേസ് മാത്രമാണെങ്കിൽ നമുക്ക് എന്താ പറയാ പ്രോപ്പറായിട്ട് ഡയറക്റ്റ് വാറാണ്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നത് ഒരു ചെറിയൊരു ക്രൂക്കഡ് പ്ലാൻ കൂടി ഉണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിനെ കുറച്ചും കൂടി അറ്റാക്ക് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിനെ കൊണ്ട് തന്നെ ഈ വാർ സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളൊരു ഒരു അജണ്ടയും കൂടി ഇവർക്ക് ഉണ്ട്. ഇറാൻ കാരണം ഇപ്പൊ നമുക്കറിയാം ഈ ദുബായിൽ ഇപ്പൊ ഈ ചില്ല് തെറിച്ചാണ് അവിടേക്ക് ഷൂട്ട് ചെയ്ത മിസൈലാണോന്നും നമുക്കറിയില്ലല്ലോ. അതായത് ഒരു പാം ജുമേറ, ജബൽ അലി എയർപോർട്ട്, ജബൽ അലി പോർട്ട്, ദുബായ് എയർപോർട്ട്, ഇവിടെയൊക്കെ ഇതിന്റെ എന്തുണ്ട് എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ അതേപോലെ തന്നെ ബഹ്റൈൻ, ഖത്തർ, സൗദി എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട് ഇവര് പ്രോപ്പറായിട്ടല്ലല്ലോ അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നേവൽ ബേസ് മാത്രമല്ല. അപ്പൊ ഖത്തറിലൊക്കെ നന്നായിട്ട് അവർ നേവൽ ബേസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സിവിലിയൻസ് താമസിക്കുന്ന ഏരിയകളിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ ഒരു അജണ്ട കൂടെ ഉണ്ട്. അതായത് ഈ മിഡിൽ ഈസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യിക്കണം. അതായത് ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചിട്ട് ഇവരുമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യണം, അവര് നിർത്തരുത്. സീസ് ഫയർ വേണം, പക്ഷെ അവര് പറയില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അവര് ഈ സീസ് ഫയറിൽ നിന്ന് നിൽക്കുന്ന ഒരു ജനവിഭാഗമല്ല ഷിയ വിഭാഗം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു സംഭവം ഇപ്പൊ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്താലും മിഡിൽ ഈസ്റ്റ് എന്താ പറയാ യുദ്ധം ഒഴിവാക്കാനുള്ള വഴികൾ നോക്കും പറഞ്ഞല്ലോ. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. കാരണം ഇവർക്ക് ഇവരോട് വിദ്വേഷം കൂടുകയും ചെയ്യാം. അങ്ങനെയാണ് വരിക. പക്ഷെ എന്നാൽ പോലും ഈ ഒരു മുസ്ലിം സമൂഹം ആയതുകൊണ്ട് ഒരിക്കലും ഈ മുസ്ലിം മിഡിൽ ഈസ്റ്റ് ഒരു മുസ്ലിം ഇതാണല്ലോ. അങ്ങനെ ഒരു രാജ്യത്തിന് ഒരിക്കലും ഒരു മിഡിൽ ഈസ്റ്റ് എന്ന രാജ്യം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കറിയാം ഇതൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് പോലെ തന്നെയാണ്. കാരണം അവരൊക്കെ കൂട്ടായി നിന്നതിന് ഒരു ഇതാണല്ലോ, രാജ്യങ്ങളാണല്ലോ. അപ്പൊ ഇതിൽ നിന്നൊരു വേർതിരിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനെന്ത് ചെയ്യും, അത് ഇവരെ സ്വരച്ചേർച്ചയിൽ ബാധിക്കും. അപ്പൊ അറ്റാക്ക് ഉണ്ടാവുന്നെങ്കിൽ പോലും അവർ അറ്റാക്ക് ചെയ്യില്ല. അവർക്ക് ആ ഒരു മൈൻഡ് അല്ല അവർക്ക്. ഇവരെന്തെങ്കിലും ഡിഫെൻസ് ചെയ്യണം. പിന്നെ ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രീസ്. അവർക്ക് ടൂറിസം അതേപോലെ ഇപ്പൊ ഫ്ലൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 1400 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാൻസൽ ചെയ്ത് ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ, കോമഡി അല്ല, ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ. അത് അവരെ എന്തുണ്ട് പാസഞ്ചേഴ്സിന് ഫുള്ളി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ദുബായിൽ ഒരുവിധ ഹോട്ടലുകളിലൊക്കെ എമിറേറ്റ്സിന്റെ പാസഞ്ചേഴ്സ്. അവരത് നല്ലൊരു എന്താ പറയാ ഈ ടൈമിൽ അവർ എന്ത് ചെയ്തു, നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പോലെ ഇൻവെസ്റ്റ് ചെയ്തു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഏകദേശം ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഭവം എമിറേറ്റ്സ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് ഫുഡ്, അവർക്ക് നല്ലൊരു മേ ബി മോർ ദാൻ 5 സ്റ്റാർ ഹോട്ടൽസിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം എന്താ പറയാ ഇതിന്റെ ഭവിഷ്യത്ത് നമ്മളെല്ലാം അനുഭവിക്കേണ്ടത് ഉണ്ടെന്ന് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. പിന്നെ അതാണ് ഇവരെ ഇപ്പൊ ഇറാന്റെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചൈന, പിന്നെ അതേപോലെ തന്നെ റഷ്യ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നുണ്ട്, അതേപോലെ വാർ അമ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് സപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവരുണ്ടാവില്ല. ഉത്തര കൊറിയ ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം സ്വീകാര്യതയുള്ളതാണെന്ന് അറിയില്ല. അങ്ങനെ ഇവർ രണ്ടാളും ഉണ്ട്. മറ്റൊരു ഇപ്പൊ നമ്മളെ ഈ എന്താ പറയാ ഇസ്രായേലിന്റെ കൂടെ ഓസ്ട്രേലിയ, കാനഡ അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ UK, ജർമ്മനി, പിന്നെ ഫ്രാൻസ് ഒക്കെ ഒരു പീസ്ഫുൾ മാനറിലായിട്ടുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ട ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ ഒരു ഇവര് ഇത് ചെയ്താൽ മതി, അത് പ്രതിരോധിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഇവരൊക്കെ പറയുന്നത്. സോ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് ഡീപ്പോഡ് എന്നാണ്. നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീപ്പ് പറയുമ്പോൾ നമ്മൾ ഹൈഡായ കാര്യങ്ങൾ കുറച്ചും കൂടി ഇതിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് സംസാരിച്ചതിനും മെയിൻ ആയിട്ടുള്ള ബേസ് കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു ഇതിലൊരു കുറച്ച് കോൺസ്പിറൻസി, അതായത് പറയുന്നതും പറയപ്പെടുന്നത്, അപ്പൊ അതും കൂടി നമുക്കൊന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നെതന്യാഹു, അതൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. അപ്പൊ ഒരു ജൂത പുരോഹിതനടുത്ത് സംസാരിക്കുന്നിടത്ത് ജൂത പുരോഹിതനും നെതന്യാഹുവും തമ്മിലൊരു സംസാരം. അപ്പൊ അതില്
ടോക്ക് ചെയ്യുന്നുണ്ട് ഈ പുരോഹിതൻ. ആന്റി ക്രൈസ്റ്റ് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. בכל העניינים. מה שהתעוררנו לאחרונה, ניתצו כמה עניינים. מה שלא יאות, וגם משהו שעדיין משיך ליבו. אז הייתה משהו ממה ידיעתו. הכנראה שהיא מספיק, שהיום כבר שוד, כמה שוד בגין ועדיין ליבו. אבל יש עוד כמה שוד, שעות, אז יש משתדלים גם היום. എല്ലാ മതങ്ങളിലും ആന്റി ക്രൈസ്റ്റ് പല പേരുകളിൽ എന്താ പറയുക മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഖുറാനിൽ ദജ്ജാല്, ഇതില് ആന്റി ക്രൈസ്റ്റ് അങ്ങനെയുള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവരൊരു മെയിൻ കോൺസ്പിറൻസിയാണ്, അജണ്ട എന്ന് പറയുന്നത് ഈ ആന്റി ക്രൈസ്റ്റ്, അതായത് ഇസ്ലാമിൽ പറയുന്ന ദജ്ജാലിനെ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. So, going to heaven has never been our goal. And in that sense, Judaism is not a religion. സോ അതിനുവേണ്ടി ഇവരെന്നെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇമ്പീരിയലിസം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവരെ പേഴ്സണൽ ആവശ്യത്തിനും ബിസിനസ് ആവശ്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു 20% ആണെങ്കിലും ഇതിന്റെ 80% ഈ വാറിനെ കൊണ്ടും എല്ലാം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ആന്റി ക്രൈസ്റ്റിനെ കൊണ്ടുവരിക, അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ വാറുകൾ തുടങ്ങിയാലേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. അപ്പൊ അവര് പറയപ്പെടുന്ന അവരെ ആന്റി ക്രൈസ്റ്റ് പെട്ടെന്ന് എന്താ പറയാ ലോകത്തെ ഈ ഭൂമിയിലേക്ക് എത്തുള്ളൂ. ഇതാണ് അവരൊരു കൺസെപ്റ്റ്. പക്ഷെ അത് ദൈവമല്ല, ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ അത് ദജ്ജാലാണ്. സോ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഏരിയയും കൂടിയും ഈ യുദ്ധത്തിനുണ്ട് എന്ന് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ ഈ ബാല് എന്ന് പറഞ്ഞ ഒരു ഐഡോളിനെ ഇവർ കത്തിച്ചപ്പോൾ നേരെ നെതന്യാഹു പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ അവരായിട്ടുള്ളൊരു ഒഫീഷ്യലായിട്ട് വാറിനുള്ളൊരു ഇതാണെന്ന് അവർ പറയുന്നുണ്ട്, നെതന്യാഹു പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഒരു കണക്റ്റഡ് ആണ്. പിന്നെ ഇതെല്ലാം അറിയുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നതും അമേരിക്കക്കാണ്, ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനാണ്. മിഡിൽ ഈസ്റ്റും അതിനെ സപ്പോർട്ട് എന്താ പറയുക അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ വന്നത് ജീവിക്കാനും യു എയിൽ വരുന്നത് ജീവിക്കാനും ലക്ഷറിക്ക് വേണ്ടിയിട്ടില്ല, നമ്മളെല്ലാം ബേസിക് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് യു എയിൽ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എല്ലാം ഇത് ബാധിക്കും. സോ പക്ഷെ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കക്കാണ്. സോ ആ ബെനിഫിറ്റിന്റെ കൂടെ ഇവരെ എന്താ പറയുക ഇവരെ ഒരു ആഗ്രഹമാണ് ആന്റി ക്രൈസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളത്. സോ അത് ഈസി ആയിട്ട് നടക്കും പറയുന്നുണ്ടല്ലോ. അതായത് ആന്റി ക്രൈസ്റ്റിനൂടെ എത്രയോ 30,000 സംതിങ് എത്രയോ കറക്റ്റ് ഓർമ്മയില്ല, എന്താ പറയുക ജൂതന്മാരായിരിക്കും പിന്തുണക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ഡാർക്ക് ഏരിയ ഇതിൽ വേറെ കുറെ കൂടെ ഡീപ്പ് ഏരിയകളുണ്ട്, സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളുണ്ട്, എടുക്കേണ്ടി വരും. അതിനായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടത് ഇത് തീരൂല, അത്രമാത്രം ഉണ്ട്. അതിനെത്രമാത്രം ഉണ്ട് പറയാൻ എല്ലാം ഈ പണത്തിന് എൻ്റെ ഒരു ഇതാണ്, എല്ലാം ഈ പണത്തിനും പണക്കൊതിക്കും വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അത്രമാത്രം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അവരെ കൺസെപ്റ്റ് ഈ ആന്റി ക്രൈസ്റ്റിനെ എത്തിക്കുക എന്നുള്ളതിനെ അനീതിപരമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഒരു കോൺട്രവേഴ്സി ആണെങ്കിൽ പോലും അത് ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു അവരൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. യുദ്ധം കൊണ്ട് എന്തായാലും ആർക്കും നല്ലതൊന്നും വരാൻ പോകുന്നില്ല. അതെ. അപ്പം നമ്മളിവിടെ നാല് ചർച്ച ചെയ്ത് വിചാരിച്ച് യുദ്ധങ്ങള് നിൽക്കാനൊന്നും പോകുന്നില്ല. നമുക്കുള്ള അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു പോഡ്കാസ്റ്റ് എന്ന നിലയിൽ കൂടെ നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളതാണ്.